ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ പ്രൗഡാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സീറോ റുപ്പി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫൗണ്ടർ ആകാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. കാരണം ഞാൻ അതിൽ വളരെയധികം സന്തോഷവാനാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അല്ലെ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് എന്നെക്കുറിച്ചൊന്ന് പറയാം. യെസ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അനൂപ് ഡിജിറ്റൽ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആണ് ഇൻ കേരള. അപ്പൊ എനിവേ ഞാൻ എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം അല്ലെ. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ വളരെ യങ്ങാണ്, അല്ലെങ്കിൽ അപ്പോൾ ഇയാളുടെ അടുത്ത് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു 9 വർഷത്തിലധികമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുടനീളം ഒരുപാട് ബിസിനസ് ഓണേഴ്സ്, ചെറുതും വലുതുമായിട്ടുള്ള പല ബിസിനസ് ഓണേഴ്സുമായിട്ടൊക്കെ കൊളാബ് ചെയ്യാനും അവരുടെ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അവർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിന്റെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട കൺസൾട്ടിങ്ങും സപ്പോർട്ടും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ വളരെ സക്സസ് ആയി നിൽക്കുന്ന പല ബ്രാൻഡുകളുമായിട്ടും കൊളാബ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഇവിടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട്, ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇന്ന് കേരളത്തിൽ അധികം ആരും ചെയ്യാതെ ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ പ്രൗഡാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സീറോ റുപ്പി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫൗണ്ടർ ആകാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. കാരണം ഞാൻ അതിൽ വളരെയധികം സന്തോഷവാനാണ്. അപ്പോൾ ഈ ഒരു സീറോ റുപ്പി മാർക്കറ്റിംഗിലൂടെ ഇന്ന് നമ്മളുടെ കൂടെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് വളരെ സക്സസ് ആയിട്ട് തന്നെ അവരുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജേണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സ് അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി. അതെല്ലാം അവർക്ക് റിസൾട്ട് കിട്ടി അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഇതിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടായിരിക്കും ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ മുന്നേ ഞാൻ ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുകളായിരുന്നു, സീറോ കോസ്റ്റിംഗ് അല്ല. അപ്പോൾ സീറോ കോസ്റ്റിന് പകരം അന്ന് ആ സമയത്തൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അന്ന് ഒരുപാട് ബിസിനസ് ഓണേഴ്സിന് ഇമേജസ്, ക്രിയേറ്റീവ്സ്, വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലത്തുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, അഡ്വർടൈസ്മെന്റുകൾ ചെയ്ത് കൊടുക്കുക, ലീഡ്സ് എടുത്തു കൊടുക്കുക, പല കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്, SEO പോലുള്ള വെബ്സൈറ്റ് ക്രിയേഷൻ ഒക്കെ. പക്ഷേ ഞാൻ അതിൽ സത്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും 100% നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കാനും പറ്റിയിട്ടില്ല. അത് എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ ഒരു സിസ്റ്റം അത് അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരാനും ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാനും സാധിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആ ഒരു ഓൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും റിസൾട്ട് പ്രോപ്പർ ആവണമെന്നില്ല. കാരണം മാത്രമല്ല, എക്സ്പെൻസുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് ഏജൻസികളെ സമീപിക്കുമ്പോൾ മന്ത്ലി എക്സ്പെൻസും, പിന്നെ ഫേസ്ബുക്കിനും മറ്റു പ്ലാറ്റ്ഫോമുകൾക്കും ഒക്കെ എക്സ്പെൻസ് അല്ലെ. പിന്നെ കുറേ കാലം അങ്ങനെ ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എനിക്കും ആ സമയത്ത് ഉണ്ടായിരുന്നത്. പലപ്പോഴും എൻ്റെ എല്ലാ ക്ലയൻസും ഒന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ പലരും നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട്, പേയ്മെന്റുകൾ ഇതായിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, റിസൾട്ടിലെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ട്രെയിനിങ്, ഞാൻ എൻ്റെ ഏജൻസിയുടെ കൂടെ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ് ഓണേഴ്സിന്. അതിൽ അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബിസിനസ് ഓണേഴ്സിനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അങ്ങനെ 2017 ആ കാലഘട്ടത്തിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇവരുമായിട്ട് വന്നത്. യെസ്, അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് ഞാൻ എന്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു, കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടെ ബെറ്റർ ആക്കണം. അങ്ങനെയാണ് AI ഒന്നും കൂടി കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ അതും എനിക്ക് തോന്നിയത് AI മാത്രം ആവുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, AI മെല്ലെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ മോഡേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. ഓക്കെ, അതിൽ തന്നെ ഓൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഡേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. കാരണം അതിൽ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ഹയർ ലെവലിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഒന്നും കൂടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ എനിക്ക് തോന്നി നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ബിസിനസ് ഓണേഴ്സ് ഉണ്ടല്ലേ, ലോ ലെവൽ, മീഡിയം ലെവൽ, ഹയർ ലെവൽ ആകുമ്പോൾ ഒരു പരിധി വരെയൊക്കെ നന്നായിട്ട് മാർക്കറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും.
അതിനുള്ള ഫണ്ടിങ് അവർക്കുണ്ട്. പക്ഷെ ഒരു മീഡിയത്തിന്റെ താഴേക്ക് വരുമ്പോൾ പല ബിസിനസ് ഓണേഴ്സ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ മാർക്കറ്റിംഗ് രീതികൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്പെൻസ് കൂടുതൽ, ടെക്നോളജി അറിയുന്നില്ല, 90s 80s പോലുള്ള കാറ്റഗറിയിലൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തു, ഒരുപാട് ടൈം റിസർച്ച് ചെയ്തു, എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് എഫേർട്ട് ഇട്ടു, കുറെ കേസ് സ്റ്റഡീസ് എടുത്തു, ഒരുപാട് പേരുടെ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തു, രാത്രിയും പകലുന്നില്ലാതെ. അങ്ങനെയാണ് സീറോ റുപ്പീൻ അല്ലെങ്കിൽ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് എത്തിയത്. ആക്ച്വലി ഇനി ഇത് വേറൊരാള് ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഞാൻ എന്ത് നൽകുന്നു എന്നുള്ളതിന് നോക്കുന്ന സമയത്ത് അതിനാണ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ സീറോ കോസ്റ്റിൽ പല ആളുകളും ചുമ്മാ SEO ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയല്ല. ഒരുപാട് ഈ ഒരു 9 ഇയേഴ്സിൽ നമ്മൾ കുറെ കുഴികളിൽ പോയി ചാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു സത്ത് ഉണ്ടല്ലോ, അതാണ് ഈ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിൽ വരുന്നത്. അതായത് ഇത് വെറുതെ ഒന്നല്ല, ഒരു 9+ നമ്മുടെ എക്സ്പീരിയൻസിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് എടുത്തു തരാണ്, അല്ലെ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞ, സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് എത്താനുള്ള കാരണം പല ബിസിനസ് ഓണേഴ്സിനും തുടങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് സീറോ റുപ്പി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ്. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തിയത്. എല്ലാവർക്കും മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കണം, എന്നിലൂടെ ഈ ഒരു ഇത് എല്ലാവരിലേക്ക് എത്തണം. അപ്പൊ പല ബിസിനസ് ഓണേഴ്സിനും അറിയുന്നത് ക്യാഷ് കൊടുത്താലേ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് കൊടുത്താലേ ലീഡ് കിട്ടുള്ളൂ, എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പല ബിസിനസ് ഓണേഴ്സും ഉണ്ട്. പല ബിസിനസ് ഓണേഴ്സ് ഇന്നും ഫേസ്ബുക്കിന്റെ അടിമകളായിട്ടും അല്ലെങ്കിൽ മാസം മാസം ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാതെ അലയുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. പലരും പല ട്രാപ്പിൽ പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സീറോ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ബിസിനസ് ഓണേഴ്സിനെ സീറോ കോസ്റ്റിലൂടെ ഹൈ റിസൾട്ടിലേക്ക് എത്തിക്കുക വിത്തൗട്ട് എനി എക്സ്പെൻസ്. അപ്പൊ നിങ്ങളുടെ എക്സ്പെൻസ് പോലെ 1000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, ലക്ഷം, കോടി ആയിക്കോട്ടെ, അത് സീറോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. ഓക്കെ, ക്ലിയർ? അപ്പൊ സീറോയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ ശരിയാവുക, ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ ആവില്ലേന്ന്. ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് സിസ്റ്റം ഞാൻ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങളെ ടീച്ച് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോ എന്നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വർക്ക്ഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നേരിട്ട് കാണാം, അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.